ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ കഥ നടക്കുന്നത് വർഷം 2077 മനുഷ്യൻ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു ഏലിയൻ സംഘം ഭൂമിയിൽ വന്നിട്ട് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അവരുടെ ഗ്രഹത്തിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഭൂമി പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നവർ. അവരാദ്യം ചെയ്തത് ചന്ദ്രനെ ഇല്ലാതാക്കുകയാണ്. 50 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ചന്ദ്രനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞത്. ചന്ദ്രൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഭൂമിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന കാര്യം നമുക്കറിയാമല്ലോ. ഭൂകമ്പങ്ങളും സുനാമികളും അങ്ങനെ പല വിപത്തും ഭൂമിയിലുണ്ടായി. ഭൂമിയുടെ ഒരു വിധത്തിലുള്ള നല്ല ഭാഗങ്ങളെല്ലാം ആ ദുരന്തങ്ങളിൽ നശിച്ചുപോയി. എന്നാലും ആ സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്ന ടീം അവരുടെ ആക്രമണം നിർത്തിയില്ല. അവർ വീണ്ടും വീണ്ടും ഭൂമിയെ കൈയടക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു നിവൃത്തിയും ഇല്ലാതായപ്പോ മനുഷ്യർ അവർക്കെതിരായിട്ട് ആണവായുധങ്ങൾ പ്രയോഗിക്കുകയാണ് ചെയ്തത്. അതോടുകൂടെ ഭൂമിയിലെ ബാക്കി സ്ഥലങ്ങളും പൂർണ്ണമായിട്ട് നശിച്ചുപോയി. ഇനിയിപ്പോ ഭൂമിയിലെ മനുഷ്യർക്ക് ആകെയുള്ള പ്രതീക്ഷ മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോവാന്നുള്ളതാണ്. അതിനുവേണ്ടി അവരൊരു ഗ്രഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ആണ്. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായി ഭൂമിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് ടെറ്റ് എന്ന് പറയുന്ന ഒരു താമസ സ്ഥലം അവർ പണിതിട്ടുണ്ട്. അവിടെയാണ് ഭൂമിയിൽ ബാക്കിയുള്ള മനുഷ്യരൊക്കെ ജീവിക്കുന്നത്. ഇനി ഭൂമിയിലെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയായ മനുഷ്യരെല്ലാം ചേർന്നിട്ട് ഹൈഡ്രോളിക് റിഗ് എന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ജോലി എന്ന് പറയുന്നത് ഭൂമിയിലുള്ള കടൽ ജലം മൊത്തം വലിച്ചെടുത്തിട്ട് അതൊരു ഫ്യൂഷൻ എനർജിയാക്കി മാറ്റുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ടൈറ്റനിൽ നിലനിൽക്കാനുള്ള എനർജി അവർക്ക് കിട്ടുള്ളൂ. ആ പണിയാണ് ഇപ്പൊ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജോലി ഇവിടെ നടക്കുന്നതുകൊണ്ട് 2 പേരാണ് ഇതിന്റെ മേൽനോട്ടങ്ങളൊക്കെ വഹിക്കുന്നത്. അതിലൊരാളുടെ പേര് ജാക്ക് എന്നും മറ്റേ ആളുടെ പേര് വിക്ടോറിയ എന്നുമാണ്. ഇവരൊരു ടീമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ടീമാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് ഇവർ. ഇത്രയൊക്കെ കാര്യങ്ങൾ മനുഷ്യർ ചെയ്തെങ്കിലും സ്കാവഞ്ചേഴ്സ് ഇതുവരെയായിട്ടും ഭൂമി വിട്ട് പോയിട്ടില്ല. ഭൂമിയിലെ ഹൈഡ്രോളിക് റിഗുകളും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഡ്രോണുകളുടെ സർവൈലൻസിലാണ്. ഒരുപാട് ഡ്രോണുകൾ ഭൂമിയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഈ ഡ്രോണുകളെ എല്ലാം പരിപാലിക്കലാണ് ജാക്കിന്റെ പ്രധാന ഡ്യൂട്ടി. ഈ സ്കാവഞ്ചേഴ്സ് ചെയ്യുന്നത് രാത്രിയിൽ ഓരോരോ ഡ്രോണുകളെ നശിപ്പിക്കാൻ ശ്രമിക്കും. പകൽ സമയത്ത് അത് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ജാക്കിനെ അവർ അറ്റാക്ക് ചെയ്യും. പക്ഷെ ഭൂമി മൊത്തം നശിച്ചിട്ടും വീണ്ടും വീണ്ടും സ്കാവഞ്ചേഴ്സ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന കാര്യം ഇതുവരെയായിട്ടും ജാക്കിന് മനസ്സിലായിട്ടില്ല. എങ്കിലും അവൻ ഇപ്പോഴും അവന്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ജോലിയൊക്കെ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ എല്ലാ മനുഷ്യർക്കും ടൈറ്റനിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഈ ജോലിക്ക് വേണ്ടി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ചില നിയമങ്ങളൊക്കെ അവർ പാലിക്കേണ്ടതുണ്ട്. അതായത് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ മുഴുവൻ ഓർമ്മകളും മായ്ച്ചു കളയും. ജാക്കിനെ ഈ ജോലിക്ക് തെരഞ്ഞെടുത്തിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. അവന്റെ മുഴുവൻ ഓർമ്മകളും മായ്ച്ചു കളഞ്ഞതാണ്. എങ്കിലും ഒരു പെൺകുട്ടിയുടെ ഓർമ്മ മാത്രം ഇതുവരെയായിട്ട് അവന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഓർമ്മകൾ അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ആരാണ് ആ പെൺകുട്ടിയെന്നോ എന്തിനാണ് അവൾ തന്റെ മുന്നിൽ ഇങ്ങനെ വരുന്നതെന്നോ അവൻ ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അങ്ങനെ പതിവ് പോലെ തന്നെ ഒരു ദിവസം അവൻ അവന്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവർ താമസിക്കുന്നത് വളരെ ഉയരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീട്ടിലാണ്. അതിന്റെ മുന്നിൽ തന്നെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. ആ ഹെലികോപ്റ്ററിൽ കയറിയിട്ടാണ് അവൻ അവന്റെ ജോലിക്ക് വേണ്ടി ഭൂമി മൊത്തം കറങ്ങുന്നത്. ഈ ജാക്കിന് ഒരു നമ്പർ ഉണ്ട്, 49 ആണത്. അവന്റെ മാത്രമല്ല ആ വീടിന്റെയും ഹെലികോപ്റ്ററിന്റെയും എല്ലാത്തിന്റെയും നമ്പർ 49 ആണ്. ആ നമ്പർ എന്ന് പറയുന്നത് ഒരു കോഡ് ഭാഷ കൂടിയാണ്. ആ നമ്പർ അവൻ പറഞ്ഞെങ്കിൽ മാത്രമേ ആ ഹെലികോപ്റ്റർ ഓണായി വരത്തുള്ളൂ. അതുപോലെ അവന്റെ പല ആക്സസുകളും നടക്കുന്നത് ആ നമ്പർ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ അവൻ വേഗം തന്നെ ഹെലികോപ്റ്റർ ഒക്കെ ഓണാക്കിയിട്ട് അവന്റെ ജോലിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇനി വിക്ടോറിയയുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൺട്രോൾ റൂമിന്റെ അകത്തിരുന്നിട്ട് അവന് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഡ്രോണുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവളുടെ കമ്പ്യൂട്ടറിൽ അതെല്ലാം കാണിക്കും. ഉടനെ തന്നെ അവൾ ആ കാര്യം അവനെ വിളിച്ചു പറയുകയും ചെയ്യും. അങ്ങനെ അവൻ പോയി അത് ശരിയാക്കാണ് ചെയ്യുക. ഇനി വിക്ടോറിയയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ടെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടല്ലോ, അതിനകത്തെ കൺട്രോൾ റൂമിൽ നിന്നാണ്. സാലി എന്ന് പറയുന്ന ഒരു ലേഡിയാണ് അവളെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ സാലി അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 2 ഡ്രോണുകൾക്ക് തകരാറ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ജാക്കിനോട് പറഞ്ഞിട്ട് ആ ഡ്രോണുകൾ ശരിയാക്കാനാണ് സാലി ഇപ്പോൾ വിക്ടോറിയയോട് പറയുന്നത്. വിക്ടോറിയ ആണെങ്കിൽ വേഗം തന്നെ ആ കാര്യം ജാക്കിന്റെ അടുത്ത് പറയുകയും ചെയ്യുന്നു. അവനിപ്പോൾ ആ ഡ്രോണുകൾ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. അവനിപ്പോ പോകുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലേക്കാണ്. താഴേക്ക് ഇറങ്ങും തോറും നല്ല രീതിയിൽ ഇടിയും മിന്നലൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ആ ഹെലികോപ്റ്ററിൽ ചെറിയ ഡാമേജ് ഒക്കെ പറ്റുന്നുണ്ട്. എങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ അവൻ താഴേക്ക് എത്തുന്നു. അതിനുശേഷം അതിലൊരു ഡ്രോണിന്റെ ലൊക്കേഷനും നോക്കി അവൻ പോകാൻ തുടങ്ങി. അവൻ നേരെ എത്തിച്ചേരുന്നത് ഒരു സ്റ്റേഡിയത്തിന്റെ അടുത്താണ്. ആ ഡ്രോണ് താഴെ വീണടക്കുന്ന അവന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ അടുത്തായിട്ട് സ്കാവഞ്ചേഴ്സിന്റെ അവശിഷ്ടങ്ങളും കാണുന്നുണ്ട്. ആ ഡ്രോണുകളും സ്കാവഞ്ചേഴ്സും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ ആ പരിസരം മൊത്തം വീക്ഷിക്കാനാണ് വിക്ടോറിയയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ ഏരിയയിലൊന്നും സ്കാവഞ്ചേഴ്സ് ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവൻ വേഗം ആ ഹെലികോപ്റ്റർ താഴേക്ക് ലാൻഡ് ചെയ്യാണ്. അതിനുശേഷം ആ ഡ്രോണിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ ഡ്രോണിന്റെ
കംപ്ലൈന്റ് ഒക്കെ ശരിയാക്കി അതിന്റെ പ്രവർത്തനം പഴയതുപോലെ തന്നെ ആക്കുന്നു. എന്നാൽ അവരറിയാതെ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ആ സ്റ്റേഡിയത്തിന്റെ ഉൾഭാഗത്ത് നിന്നും 2-3 സ്കാവഞ്ചേഴ്സ് അവരെ വീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു അവസരത്തിൽ അവറ്റകൾ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ആ ഡ്രോണൊക്കെ ശരിയാക്കി കഴിയുമ്പോൾ അത് പെട്ടെന്ന് മുകളിലേക്ക് പറന്നുയരാണ്. അതിനുശേഷം ആദ്യം അത് ജാക്കിനെ സ്കാൻ ചെയ്ത് നോക്കുന്നു. അതിന്റെ മെമ്മറിയിൽ ഇല്ലാത്ത എന്ത് സാധനത്തിന് അവിടെ കണ്ടു കഴിഞ്ഞാലും ആ ഡ്രോണുകൾ അവറ്റകളൊക്കെ വെടിവെച്ച് കൊല്ലും. അങ്ങനെ ജാക്കിനെ സ്കാൻ ചെയ്തതിന് ശേഷം അത് അടുത്തതായിട്ട് സ്കാൻ ചെയ്യുന്നത് ആ ഗ്രൗണ്ടിന്റെ ഉൾഭാഗമാണ്. അവിടെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തും ഒന്നുമില്ല എന്ന കാര്യം അതിന് മനസ്സിലായി. അങ്ങനെ അവിടുത്തെ മൊത്തം പണിയും തീർത്തതിന് ശേഷം ആ ഡ്രോൺ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറന്നു പോവാണ്. അങ്ങനെ ജാക്ക് അവിടെ നിന്ന് നേരെ പോകുന്നത് ഒരു മലയുടെ മുകളിലേക്കാണ്. അവിടെ ഇരുന്നു കൊണ്ട് അവൻ ആ റിഗുകളൊക്കെ വീക്ഷിച്ചോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൻ വിക്ടോറിയയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. 2 ഡ്രോണുകളെയാണ് ആ സ്കാവഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്തത്. മാത്രമല്ല 10 ഫ്യൂവൽ സെല്ലും മോഷ്ടിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് ജാക്ക് അവളുടെ അടുത്ത് പറയുന്നത്. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, 2 ആഴ്ച കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയെല്ലാം തീരും. അപ്പൊ പിന്നെ നമുക്ക് ടൈറ്റലിലേക്ക് പോവുകയും ചെയ്യാം. നീ അതാലോചിച്ച് സന്തോഷിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെയാണ് അവള് പറയുന്നത്. ഓക്കെ, അത് വിട്. ഇനിയിപ്പോൾ ഒരു ഡ്രോണും കൂടെ ബാക്കിയില്ലേ, അതിനെ കണ്ടുപിടിക്കണ്ടേ? അവൻ ചോദിക്കുന്നു. പക്ഷെ ആ ഡ്രോണിൽ നിന്നും ഒരു സിഗ്നലും കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് നീ അതിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്? അവൾക്ക് സംശയമായി. ഞാൻ ഇനി ഈ ഹെലികോപ്റ്റർ വഴി അതിനെ തിരയാൻ പോകുന്നില്ല. ഞാൻ ഇനി ഗ്രൗണ്ടിലൂടെ അതിനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം അവന്റെ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം അതിനകത്തുനിന്ന് ഒരു ബൈക്ക് എടുത്ത് പുറത്തേക്ക് വെക്കുന്നു. ഇനിയിപ്പോൾ അവൻ അതിൽ കയറിയിട്ടാണ് ആ ഡ്രോണിനെ സെർച്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അവൻ ആ ബൈക്കിൽ ആ ഏരിയ മൊത്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ പോയി ഒരിടത്തെത്തുമ്പോഴാണ് അവന്റെ ബൈക്കിൽ ഒരു സിഗ്നൽ കാണിക്കുന്നത്. അവൻ വേഗം തന്നെ വണ്ടി നിർത്തിയിട്ട് ആ ഏരിയ മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. അവിടെ ഒരു ചെറിയ പാറക്കെട്ട് കാണുന്നുണ്ട്. അവിടെ നിന്നാണ് ആ സിഗ്നൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ വേഗം തന്നെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പാറക്കെട്ടിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അതിന്റെ അടുത്തെത്തി അവിടെയൊക്കെ നോക്കുമ്പോൾ അതിനകത്തേക്കായിട്ട് ഒരു ഗുഹ പോലുള്ള ഒരു സെറ്റപ്പ് അവൻ കാണുന്നുണ്ട്. അവൻ ഒരു റോപ്പ് എടുത്തിട്ട് അവന്റെ ബൈക്കിൽ കെട്ടി അതുവഴി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. താഴേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു വീടാണ് എന്ന കാര്യം അവന് മനസ്സിലാവുന്നത്. അവൻ വേഗം തന്നെ അതിന്റെ അകത്തിറങ്ങിയിട്ട് അവിടെ മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സെർച്ചിനിടയിൽ ആ സിഗ്നൽ വരുന്ന സാധനം അവൻ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അത് ഡ്രോൺ ആയിരുന്നില്ല. അത് ആ സ്കാവഞ്ചേഴ്സിന്റെ ഒരു ട്രാപ്പ് ആയിരുന്നു. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ കാലിൽ ഒരു ലോക്ക് വീഴുന്നത്. അതൊരു റോപ്പായിരുന്നു. അത് അവനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ അവൻ പെട്ടെന്ന് അവന്റെ തോക്കെടുത്ത് ആ റോപ്പിന് നേരെ ഷൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അത് പൊട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും അതിനകത്തു നിന്ന് കുറെ സ്കാവഞ്ചേഴ്സ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ജാക്ക് ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു കിടിലൻ ഷൂട്ട് ഔട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറെ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാവും എന്ന കാര്യം അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അവൻ വേഗം തന്നെ അവൻ വന്ന ആ റോപ്പ് അവന്റെ ശരീരത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകാൻ തുടങ്ങി. അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പുറത്തു നിന്നും ഒരു സ്കാവഞ്ചർ ആ റോപ്പിന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ റോപ്പ് പൊട്ടി അവൻ അതിന്റെ അകത്തേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ആ സ്കാവഞ്ചേഴ്സിന്റെ ഇടയിൽ പെട്ടിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഡ്രോൺ അങ്ങോട്ട് വന്നിട്ട് ആ സ്കാവഞ്ചേഴ്സിന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. തുരുതുര ആ ഡ്രോൺ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്കാവഞ്ചേഴ്സിന് അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. അവരെല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ വന്ന പണിയെല്ലാം തീർത്തിട്ട് അവിടെ മൊത്തത്തിൽ സ്കാൻ ചെയ്ത് അവിടെ ഇനി സ്കാവഞ്ചേഴ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ആ ഡ്രോൺ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ആ ഡ്രോൺ പോയി കഴിയുമ്പോൾ അവൻ ഉടനെ തന്നെ മുകളിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്താണ് അവൻ അവിടെ കിടന്നിട്ട് ഒരു പുസ്തകം കിട്ടുന്നത്. അതും എടുത്തോണ്ടാണ് അവൻ മുകളിലേക്ക് പോകുന്നത്. മുകളിൽ എത്തിക്കഴിയുമ്പോഴാണ് അവന്റെ ആ ബൈക്ക് അവിടെ ഇല്ല എന്ന കാര്യം അവന് മനസ്സിലാവുന്നത്. അത് ആ സ്കാവഞ്ചേഴ്സ് എടുത്തോണ്ട് പോയതായിരുന്നു. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തോണ്ട് നടന്നാണ് അവൻ അവന്റെ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് പോകുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവൻ അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. വീട്ടിലെത്തിയതിനു ശേഷം ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവനിപ്പോൾ ആ പുസ്തകം എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിക്ടോറിയ അവനെ വന്ന് വിളിക്കുന്നത്. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നത്. അങ്ങനെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു കാര്യം പറയുന്നുണ്ട്. അതായത് സ്കാവഞ്ചേഴ്സ് ഇന്ന് അവനെ കൊല്ലാനല്ല ശ്രമിച്ചത്, മറിച്ച് അവനെ പിടിക്കാനായിരുന്നു. അവനെ പിടിച്ചിട്ട് എന്താണ് സ്കാവഞ്ചേഴ്സിന്റെ ഉദ്ദേശം എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല. അതൊക്കെയാണ് അവൻ വിക്ടോറിയയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ വലിയൊരു ശബ്ദം കേട്ടിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. അവരുടെ ഒരു റിഗ് പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നോക്കാൻ വേണ്ടി ജാക്ക് അവന്റെ ഹെലികോപ്റ്റർ കയറിയിട്ട് അങ്ങോട്ട് പുറപ്പെടുകയാണ്. അതിനിടയിൽ സംഭവം പറഞ്ഞിട്ട് സാലി വിക്ടോറിയയെ വിളിച്ചിട്ടുണ്ട്. ആ റിഗ് തകർന്നതുകൊണ്ട് തന്നെ അവർ ശരിക്കും ദേഷ്യത്തിലാണ്. അവിടേക്ക് ചെക്ക് ചെയ്തതിൽ നിന്നും ആ റിഗിന്റെ കോറ് ചൂടായിട്ടാണ് അത് പൊട്ടിത്തെറിച്ചത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ കാരണം ആ സ്കാവഞ്ചേഴ്സ് തന്നെയാണ്. അവർ മോഷ്ടിച്ച ഫ്യൂവൽ സെല്ലുകളുണ്ടല്ലോ, അതിലൊരെണ്ണ ആ റിഗിന്റെ അകത്തേക്ക് ഇട്ടിട്ടാണ് അവന്മാര് പണിയൊപ്പിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് വിക്ടോറിയ ഇപ്പോൾ സാലിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. സാലി പറയുന്നത് എന്താണെന്ന്
വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ റിഗ് പ്രവർത്തിപ്പിക്കലാണ്. അതിന്റെ മേൽനോട്ടം വഹിക്കാനാണ് നിങ്ങളെ രണ്ടുപേരെ അസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ നിന്നാ മതി എന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടാണ് അവർ ഫോൺ കട്ട് ചെയ്യുന്നത്. ഈ സമയം ജാക്ക് ആണെങ്കിൽ ഇപ്പോഴും അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവന് വീണ്ടും ഒരു സിഗ്നൽ കിട്ടുന്നത്. അതെന്താണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് ബഹിരാകാശത്തിലേക്കാണ് പോകുന്നത് എന്നാണ് വിക്ടോറിയ അവന്റെ അടുത്ത് പറയുന്നത്. എങ്കിലും അതെന്താണെന്ന് അറിയാതെ അവനൊരു ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ സിഗ്നൽ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വേഗം അതിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ കുറെ പോയി അവൻ എത്തിച്ചേരുന്നത് ഒരു വലിയ ടവറിന്റെ അടുത്താണ്. അവൻ വേഗം തന്നെ ആ ടവറിന്റെ അകത്തേക്ക് കയറി അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ആ പരിശോധനയ്ക്കിടയിൽ അവനൊരു കാര്യം മനസ്സിലായി. സ്കാവഞ്ചേഴ്സ് ബഹിരാകാശത്തേക്ക് സിഗ്നൽ അയക്കാൻ വേണ്ടിയിട്ടാണ് ആ ടവർ ഉപയോഗിക്കുന്നത്. എന്തിനായിരിക്കും അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് അവന്റെ സംശയം. അവൻ വേഗം തന്നെ ആ സിഗ്നൽ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിക്ടോറിയയുടെ അടുത്ത് പറയുന്നു. അവൾ അത് ഡീകോഡ് ചെയ്ത് നോക്കുമ്പോൾ ആ ഏരിയയിൽ തന്നെയുള്ള 17ാമത്തെ നമ്പർ സ്ഥലമാണ് അതിൽ കാണിക്കുന്നത്. പക്ഷെ ആ സ്ഥലത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എന്തിനാണ് ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഈ സ്കാവഞ്ചേഴ്സ് സെൻഡ് ചെയ്തത് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ജാക്ക് പെട്ടെന്ന് തന്നെ ആ സിഗ്നൽ സ്റ്റോപ്പ് ചെയ്യാണ്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ വീണ്ടും അവിടെ നിന്ന് പോകാൻ തുടങ്ങി. കുറെ പോയി കഴിയുമ്പോൾ അവൻ അവരുടെ ബോർഡറിലാണ് എത്തിച്ചേരുന്നത്. അത് കാണുമ്പോൾ ഒരു കാരണവശാലും നീ ആ ബോർഡർ ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത്. അവിടെ അത്രത്തോളം റേഡിയേഷൻ ആണ്. അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹെലികോപ്റ്റർ കത്തിച്ചാരമായി പോവും എന്നൊക്കെ അവൾ വിളിച്ചു പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ നിന്ന് തിരിച്ചിട്ട് താഴെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ താഴേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ അവൻ പറയുന്നുണ്ട്. താഴേക്ക് പോകും തോറും നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ സിഗ്നൽ കട്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നും പറഞ്ഞിട്ടാണ് അവൻ താഴേക്ക് പോകുന്നത്. അങ്ങനെ അവൻ കുറെ താഴേക്ക് സഞ്ചരിച്ചതിന് ശേഷം അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത്. അതൊരു വീടാണ്. ഇനി ഭൂമിയിൽ ജീവിക്കാൻ അവനൊരു അവസരം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ചെലവഴിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവൻ അത്രമാത്രം പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. അവിടേക്ക് ചെന്നതിന് ശേഷം അവൻ അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോൾ അവൻ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവൻ ആ പെൺകുട്ടിയാണ് സ്വപ്നത്തിൽ കാണുന്നത്. അതോടുകൂടെ അവൻ ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് മുകളിൽ നിന്ന് എന്തോ ഒരു വസ്തു താഴേക്ക് വരുന്നവൻ ശ്രദ്ധിക്കുന്നത്. അതൊരു ബഹിരാകാശ പേടകമാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അത് കണ്ട ഉടനെ തന്നെ അവൻ വേഗം ഹെലികോപ്റ്ററിൽ കയറി പറക്കാൻ തുടങ്ങി. മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ വിക്ടോറിയയുമായിട്ടുള്ള സിഗ്നൽ കിട്ടുന്നുണ്ട്. അവളും ആ ബഹിരാകാശ പേടകം കണ്ടിട്ടുണ്ട്. അതിന്റെ പാത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നേരത്തെ സ്കാവഞ്ചേഴ്സ് അയച്ചൊരു സിഗ്നൽ ഉണ്ടായിരുന്നല്ലോ, അതിൽ കണ്ട ആ സ്ഥലത്തേക്കാണ് ആ പേടകം സഞ്ചരിക്കുന്നത് എന്നാണ് വിക്ടോറിയ ജാക്കിന്റെ അടുത്ത് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ എന്നാൽ ഞാൻ അവിടേക്കൊന്ന് പോയി ചെക്ക് ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ആ ഹെലികോപ്റ്റർ ആ സ്ഥലത്തേക്ക് പറത്താൻ തുടങ്ങി. ഈ സമയം വിക്ടോറിയ ആണെങ്കിൽ സാലിയെ കണക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൾ കണ്ട ആ അജ്ഞാത വസ്തുവിനെ കുറിച്ചൊക്കെ അവളോട് പറയാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ നോക്കൂ വിക്ടോറിയ, എനിക്ക് അധിക സമയം നിന്നോട് സംസാരിക്കാൻ സാധിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ സിഗ്നൽ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ജാക്കിന്റെ അടുത്ത് അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. കാരണം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരുപാട് ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും ഇനി അവൻ നോക്കണ്ട. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡ്രോണുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് സാലി പറയുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ആ സിഗ്നൽ കട്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ സാലിയോട് സംസാരിച്ചതിന് ശേഷം വിക്ടോറിയ പെട്ടെന്ന് തന്നെ ജാക്കിനെ വിളിക്കുകയാണ്. ഒരു കാരണവശാലും നീ അങ്ങോട്ട് പോകരുത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ സാലി ഡ്രോണുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരാൻ നോക്ക് എന്നൊക്കെയാണ് അവള് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഡ്രോണുകൾ എന്തിനാണ് അങ്ങോട്ട് അയക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഡ്രോണുകളെ നീ തിരിച്ചു വിളിച്ചേക്ക് എന്നാണ് അവൻ മറുപടി പറയുന്നത്. പക്ഷെ സാലി ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ ഡ്രോണുകളെ തിരിച്ചു വിളിക്കാൻ അവർക്ക് മറ്റൊരു മാർഗവുമില്ല. എന്നാൽ ജാക്ക് ആവട്ടെ അവിടെ ചെന്ന് പരിശോധിക്കും എന്ന വാശിയിൽ തന്നെയാണ്. അങ്ങനെ അവൻ വേഗം തന്നെ ആ സാധനം തകർന്നു വീണ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ അതൊരു ബഹിരാകാശ പേടകം തന്നെയായിരുന്നു. പക്ഷെ അത് ഒരുപാട് പഴയതാണ്. അതായത് സ്കാവഞ്ചേഴ്സ് ഭൂമി ഒന്ന് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ അയച്ചൊരു പേടകമാണ് എന്നൊറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി. അവൻ വേഗം തന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. അവിടെ കുറെ ഹൈബർനേഷൻ പോഡുകൾ കിടക്കുന്നുണ്ട്. അതിലൊരു പോഡ് മാത്രം എംപ്റ്റി ആണ്. ബാക്കിയുള്ളതിലൊക്കെ മനുഷ്യരുണ്ട്. അങ്ങനെ അവൻ അതൊക്കെ നോക്കിയതിനു ശേഷം നേരെ ആ പേടകത്തിന്റെ അകത്തേക്കാണ് പോകുന്നത്. അതിനകത്തുള്ള കാഴ്ച അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതിനകത്തും ഒരു പോഡ് കിടക്കുന്നുണ്ട്. ആ പോഡിനകത്തുണ്ടായിരുന്നത് അവൻ സ്വപ്നം കാണാറുള്ള ആ പെൺകുട്ടിയാണ്. അതൊക്കെ കണ്ടാകെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒരു ഡ്രോൺ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ ആ ഡ്രോൺ അവിടെ കിടക്കുന്ന മുഴുവൻ ഹൈബർനേഷൻ പോഡുകളും തകർത്ത് കളയാണ്. അതിനുശേഷം ആ ഡ്രോൺ പേടകത്തിന്റെ അകത്തേക്കാണ് വരുന്നത്. ആ പെൺകുട്ടി കിടക്കുന്ന പോഡും അത് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജാക്കിന് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അവൻ വേഗം തന്നെ ആ ഡ്രോണിന്റെ മുന്നിലേക്ക് കയറി അതിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ജാക്ക് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഡ്രോണിനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു പോവാണ്. അങ്ങനെ ഡ്രോൺ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ജാക്ക് വേഗം അവൾ കിടക്കുന്ന ആ പോഡ് എടുത്തിട്ട് അവന്റെ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം തന്നെ ഇതെല്ലാം നോക്കിക്കൊണ്ട് രണ്ട് സ്കാവഞ്ചേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത്തവണയും അവർ ജാക്കിനെ ആക്രമിക്കുന്നില്ല. അവർ തമ്മിൽ പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജാക്ക് വേഗം ആ പോഡും എടുത്തിട്ട് തിരിച്ച് അവന്റെ വീട്ടിലെത്തി. അതിനുശേഷം അവൾക്ക് വേണ്ട കെയറിംഗ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൾക്ക് ബോധം വരുന്നത്. ബോധം വന്ന ഉടനെ തന്നെ അവൾ ജാക്കിനെ കാണുന്നുണ്ട്. ഈ സമയം അവൾ ജാക്ക്
എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അവക്ക് എങ്ങനെയാണ് തന്നെ അറിയുന്നത് എന്ന കാര്യം ജാക്കിന് മനസ്സിലാവുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും അവളുടെ ബോധം വീണ്ടും പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് അവൾക്ക് ബോധം വരുന്നത്. ഈ ഒരു അവസരത്തിൽ അവളുടെ പേര് ചോദിക്കുമ്പോൾ ജൂലിയ എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവളെ പരിചയപ്പെട്ടതിന് ശേഷം വിക്ടോറിയ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ കൂട്ടത്തിലുള്ളവരൊക്കെ മരിച്ചു എന്ന് അറിയുമ്പോൾ അവൾക്ക് ശരിക്കും വിഷമം വരാൻ തുടങ്ങി. ബാക്കിയുള്ളവരാണെങ്കിൽ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജാക്ക് അവളുടെ അടുത്ത് അവളുടെ മിഷനെ കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ അവൾ ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. അവൾ സഞ്ചരിച്ച പേടകത്തിന്റെ പേര് ഒഡീസിയ എന്നാണ്. ഒഡീസിയക്കകത്ത് ഞങ്ങളുടെ ഫ്ലൈറ്റ് റെക്കോർഡർ ഉണ്ട്. ഞങ്ങൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളും അതിനകത്ത് റെക്കോർഡായിട്ടുണ്ടാവും. അതെടുക്കാൻ എന്നെ സഹായിക്കണം, എങ്കിൽ മാത്രമേ എന്നെ കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയൂ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ ഇത് എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? ഈ ഒഡീസിയ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 60 വർഷങ്ങളായി. ഈ 60 വർഷമായിട്ട് നിങ്ങൾ ഉറക്കത്തിലായിരുന്നു. അതിനിടയിൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഭൂമിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അവർ ചന്ദ്രനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി. എന്നിട്ട് ഭൂമി കൈയടക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതിനെ തുടർന്ന് മനുഷ്യരും അവരും തമ്മിൽ യുദ്ധങ്ങളുണ്ടായി. ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഇനി ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മനുഷ്യരെ എല്ലാവരെയും ടൈറ്റനിലേക്ക് അയക്കാൻ പോവാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു അവസരത്തിൽ അവളോട് പറയുന്നുണ്ട്. പക്ഷെ എത്ര ചോദിച്ചിട്ടും അവളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസും അവൾ ഇപ്പോൾ അവനോട് പറയുന്നില്ല. അങ്ങനെ അവളോടുള്ള സംസാരത്തിന് ശേഷം ജാക്ക് ആണെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വിക്ടോറിയ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളെ കാണുമ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ ഓർമ്മകൾ മായ്ച്ചതിന് ശേഷം വേറെന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ മനസ്സിലേക്ക് വരാറുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അങ്ങനെ ഓരോ ഓർമ്മകളും എന്റെ മനസ്സിലേക്ക് വരാറില്ല. പിന്നെ നീ എന്തിനാണ് അവളെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഒരു കാര്യം നീ മനസ്സിലാക്കണം, അവളെ സ്കാവഞ്ചേഴ്സ് ആണ് ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ എന്താണെന്നോ അവൾ ആരാണെന്നോ നമുക്ക് അറിയത്തില്ല. ഇന്ന് രാത്രി ഇങ്ങനെ പോട്ടെ, നാളെ രാവിലെ ആവുമ്പോഴേക്കും അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോണം എന്നൊക്കെയാണ് വിക്ടോറിയ അവന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അവൾ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ ജാക്കിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അവൻ അവളെ കാണാൻ വേണ്ടി വീണ്ടും അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവൻ അങ്ങോട്ട് വരുമ്പോൾ ഇനി എന്തൊക്കെയാണ് എന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ സാലി ഓൺലൈനിൽ വരും. ആ സമയത്ത് വിക്ടോറിയ നിന്നെ കുറിച്ച് അവളുടെ അടുത്ത് പറഞ്ഞോളും. അങ്ങനെ വരുമ്പോൾ ടെഡിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് അയച്ചിട്ട് ഉടനെ തന്നെ അവർ നിന്നെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ എന്റെ ആ ഫ്ലൈറ്റ് റെക്കോർഡർ എടുക്കാൻ നീ എന്നെ സഹായിക്കാമോ അവൾ ചോദിക്കുന്നു. ഇത് രാത്രിയാണ്. ഈ സമയത്താണ് ആ സ്കാവഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ അങ്ങോട്ട് പോകുന്നത് അപകടമാണ് എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അവൾ അതിന് സമ്മതിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അത് കണ്ടെടുത്തേ പറ്റൂ. അത് കിട്ടിക്കഴിഞ്ഞാലേ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും അതുപോലെ നിനക്കും അറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ എന്നാണ് അവൾ പറയുന്നത്. അവൾ അത്രയൊക്കെ നിർബന്ധം പറയുമ്പോൾ സഹായിക്കാന്നല്ലാതെ അവന് മറ്റൊരു വഴിയുമില്ലായിരുന്നു. അങ്ങനെ വിക്ടോറിയോട് പറയാതെയാണ് അവൻ ജൂലിയയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. അവൻ ആ ഹെലികോപ്റ്റർ എടുത്ത് അവിടെ നിന്ന് പോയപ്പോൾ തന്നെ വിക്ടോറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവൾ വേഗം കൺട്രോൾ റൂമിലേക്ക് ചെന്നിട്ട് അവനെ ഫോണിൽ വിളിക്കുകയാണ്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട, ആ ഫ്ലൈറ്റ് റെക്കോർഡർ കിട്ടിയേ തീരൂ എന്നാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് ഞാനത് എടുത്തു കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവൻ വേഗം തന്നെ ആ പേടകം തകർന്നു വീണ സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവിടേക്ക് ലാൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ അവിടേക്ക് പരിശോധിക്കാൻ തുടങ്ങി. ജൂലിയ നേരെ ചെല്ലുന്നത് ആ പേടകത്തിന്റെ അകത്തേക്കാണ്. പെട്ടെന്ന് തന്നെ അവൾ ആ ഫ്ലൈറ്റ് റെക്കോർഡർ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അതും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കുറെ സ്കാവഞ്ചേഴ്സ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ജാക്കിനെ ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയം ജാക്ക് ആണെങ്കിൽ അവന്റെ ആ ഹെലികോപ്റ്റർ തിരിച്ചു വിടുകയാണ്. ഈ സമയത്താണ് മറ്റൊരു സ്കാവഞ്ചർ അങ്ങോട്ട് വന്നിട്ട് അവൻ അടിച്ചു വീഴ്ത്തുന്നത്. ഇതെല്ലാം വിക്ടോറിയയും കാണുന്നുണ്ട്. അവൻ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ കണ്ട് അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ സാലിയെ വിളിക്കുന്നു. പക്ഷെ ഉണ്ടായ കാര്യങ്ങളൊന്നും അവൾ പറയുന്നില്ല. അവൾ പറയുന്നത് ഒരു പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് ജാക്ക് താഴേക്ക് പോയതാണ്. പെട്ടെന്നാണ് അവനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായത്. എനിക്കിപ്പോൾ അവന്റെ ഒരു ട്രേസും കിട്ടുന്നില്ല. നിങ്ങൾക്കൊരു ഡ്രോണിനെ അങ്ങോട്ട് അയക്കാൻ പറ്റുമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. സാലി ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോഴാണ് ജാക്കിന് ബോധം വരുന്നത്. അവനിപ്പോഴുള്ളത് ഒരു ബിൽഡിങ്ങിന്റെ അകത്താണ്. അവന്റെ മുന്നിലായിട്ട് ഒരാളിരിക്കുന്നുണ്ട്. ഇയാളുടെ പേര് മാൽക്കം എന്നാണ്. അവന് ബോധം വരുമ്പോൾ അയാൾ സംസാരിക്കാൻ തുടങ്ങി. നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ഏലിയൻസ് അല്ല. ഞങ്ങൾ ഏലിയൻസിനെ പോലെ വേഷം കെട്ടി നടക്കുന്നതാണ്. അതിന്റെ കാരണം ആ ഡ്രോണുകളാണ്. മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ ഡ്രോണുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഈ വേഷത്തിൽ നടക്കുമ്പോൾ ഡ്രോണുകൾക്ക് ഞങ്ങളെ കണ്ടെത്താൻ പാടാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്തിനാണ് അവരവനെ പിടിച്ചോണ്ട് വന്നത് എന്നതിനെ കുറിച്ച് അയാൾ സംസാരിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആ സംഭവം നീ ഓർക്കുന്നില്ലേ? ആ റിഗ് തകർന്നു പോയത് ഞങ്ങൾ തന്നെയാണ്
തന്നെയാണ് അത് നശിപ്പിച്ചത്. ഞങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ 10 ഫ്യൂൽ സെല്ലുകളുണ്ട്. ഇതിൽ ഒരെണ്ണം വെച്ചിട്ടാണ് ആ റിഗ് ഞങ്ങൾ നശിപ്പിച്ച്. അപ്പൊ ബാക്കി 9 എണ്ണം കൊണ്ട് എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന കാര്യം നിനക്ക് ഊഹിക്കാമല്ലോ. ഇത് മാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ പല ആണവായുധങ്ങളും ഉണ്ട്. അതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോണും ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഈ ഡ്രോണിന് ഞങ്ങളെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷെ നിനക്കത് പറ്റും. ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ടെറ്റ് എന്ന് പറയുന്ന ബഹിരാകാശ നിലയമുണ്ടല്ലോ, ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടിട്ട് ഞങ്ങൾക്കത് നശിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഡ്രോൺ ഉപയോഗിക്കാൻ പോകുന്നത്. നിന്റെ ജോലി ഈ ഡ്രോണിൽ ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ടാർഗറ്റ് ആ ടെറ്റ് എന്ന് പറയുന്ന ബഹിരാകാശ നിലയമാക്കണം. എന്നിട്ട് ഉടനെ തന്നെ അത് നശിപ്പിക്കണം. അതിന് നീ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അത് നടക്കത്തില്ല. ആ ബഹിരാകാശ നിലയത്തിൽ കുറെ ആളുകളുണ്ട്, അവരെല്ലാവരും മരിക്കും. അതുകൊണ്ട് ഈ പരിപാടി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നാണ് അവൻ പറയുന്നത്. ഈ സമയത്താണ് അവർ ജൂലിയെ അങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്നത്. അതിനുശേഷം അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതെല്ലാം കാണുമ്പോൾ അവളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ ജാക്ക് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പെട്ടെന്നാണ് അവിടെ ഒരു അലാറം വരുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവർ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അത് സാലി അയച്ച ഡ്രോൺ ആയിരുന്നു. അതിപ്പോ അവർ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ മൊത്തം സ്കാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മാൽക്കത്തിന്റെ കൂട്ടത്തിലെ ആളുകളുടെ ഒരു ലീഡർ ഉണ്ട്, സൈക്സ് എന്നാണ് അവന്റെ പേര്. അവൻ നൈസായിട്ട് ആ ഡ്രോണിന്റെ പുറകിലേക്ക് വന്നിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ആ ഡ്രോണിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഡ്രോൺ പൂർണ്ണമായിട്ടും താർന്നു പോകുന്നു. അത് താർന്നോടുകൂടെ ആ ഡ്രോൺ ഓഫ്ലൈനിലായി എന്നാണ് വിക്ടോറിയയുടെ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെയും 2 ഡ്രോണുകളെ കൂടെ അയക്കാൻ പറ്റുമോ എന്നാണ് വിക്ടോറിയ സാലിയുടെ അടുത്ത് ചോദിക്കുന്നത്. സാലി ആണെങ്കിൽ അതിനും ഓക്കെ പറയാണ്. ഈ സമയം ജാക്ക് ആണെങ്കിൽ ആ മാൽക്കത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു ഡ്രോൺ നശിപ്പിച്ചു എന്ന് കരുതിയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ഇവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി ആ ഡ്രോണുകൾ എന്തും ചെയ്യും. വേണമെങ്കിൽ അവർ ഈ സ്ഥലം പൂർണ്ണമായിട്ട് നശിപ്പിക്കും. അതുകൊണ്ട് എന്നെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെയാണ് ജാക്ക് പറയുന്നത്. അതെല്ലാം കേട്ടതിന് ശേഷം മാൽക്കം വേഗം അവിടെയുള്ള ഒരു ഡോർ ഓപ്പൺ ചെയ്യാണ്. ആ ഡോറ് തുറന്നു വരുമ്പോൾ കുറച്ചു മുന്നേ നഷ്ടപ്പെട്ട ജാക്കിന്റെ ബൈക്കാണ് അവൻ കാണുന്നത്. ജാക്കിനെ അതിന്റെ അടുത്തേക്ക് കൊണ്ടതിന് ശേഷം മാൽക്കം സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ടല്ലോ, റേഡിയേഷൻ സോൺ, നീ വിചാരിക്കുന്ന പോലെ അതൊരു ഡേഞ്ചറസ് ഏരിയ ഒന്നുമല്ല. ഞാൻ അവിടെ പോയിട്ടുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നീ ആ റേഡിയേഷൻ സോണിൽ പോയി നോക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിന്റെ ഒരു പൂർണ്ണ രൂപം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ അവന്റെ തോക്കെടുത്ത് അവന് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതും മേടിച്ച് അവൻ പെട്ടെന്ന് തന്നെ ജൂലിയും കൊണ്ട് അവന്റെ ബൈക്കിൽ അവിടെ നിന്ന് പോകുന്നു. അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സൈക്സ് മാൽക്കത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? ഇവിടുത്തെ മുഴുവൻ ഡീറ്റെയിൽസ് അവന് പറഞ്ഞു കൊടുത്തിട്ട് അവനെ വെറുതെ വിട്ടോ? അവനും ബാക്കിയുള്ളവരെ പോലെ നമ്മളെ കൊല്ലാനാണെങ്കിലോ ശ്രമിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവന്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അവന്റെ കൂട്ടത്തിലുള്ള പെണ്ണുണ്ടല്ലോ, അവൾ എന്തായാലും മറ്റുള്ളവരെ പോലെയല്ല എന്നാണ് അയാൾ മറുപടി പറയുന്നത്. അങ്ങനെ ജാക്കും ജൂലിയും കൂടെ വളരെ വേഗത്തിൽ ആ ബൈക്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചു മുമ്പേ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതായത് മാൽക്കോം ടീമും എന്തിനാണ് ആ ഒഡീസി എന്ന് പറയുന്ന പേടകത്തിന് അങ്ങോട്ട് വിളിച്ച കാര്യം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒഡീസി എന്ന് പറയുന്ന പേടകം നിർമ്മിച്ചിരിക്കുന്നത് നാസയാണ്. അതിനകത്തൊരു റിയാക്ടർ ഉണ്ട്. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒഡീസി എന്ന് പറയുന്ന പേടകത്തിന് അവരങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ഈ കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതായിരുന്നു. അങ്ങനെ ജാക്ക് ജൂലിയയും കൊണ്ട് നേരെ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ടവറിന്റെ അടുത്തേക്കാണ്. അതിൽ നിന്ന് വരുന്ന സിഗ്നൽ ജാക്ക് നേരത്തെ കട്ട് ചെയ്തായിരുന്നല്ലോ. അവൻ വേഗം ചെന്നിട്ട് അത് റീകണക്ട് ചെയ്യാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന കാര്യം വിക്ടോറിയയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി. അവൾ വേഗം തന്നെ സാലിയെ വിളിച്ചിട്ട് ആ 2 ഡ്രോണുകളെയും പിൻവലിക്കാൻ പറയാണ്. മാത്രമല്ല അവൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവൾ അവന്റെ ആ ഹെലികോപ്റ്ററിനെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ഈ സമയം ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ജൂലിയയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ ആരാണ്, എന്തായിരുന്നു അവളുടെ മിഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അവൾ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ടൈറ്റൻ എന്ന ഉപഗ്രഹത്തെ കുറിച്ച് റിസർച്ച് നടത്തിയ ടീമിലുള്ളതായിരുന്നു ഈ ജൂലിയയും ജാക്കും വിക്ടോറിയയും എല്ലാം. അവർ ആ റിസർച്ച് നടത്തുന്നതിനിടയിലാണ് ഡീപ് സ്പേസ് സ്കാനർ വഴി അവരൊരു ഒബ്ജക്റ്റിനെ കണ്ടെത്തുന്നത്. അതൊരു ഏലിയൻ ഒബ്ജക്റ്റ് ആയിരുന്നു. അത് കണ്ടെത്തിയ ഉടനെ തന്നെ ആ ഒബ്ജക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാനും അതിനെ നശിപ്പിക്കാനും നിയോഗിച്ചത് ഈ ജാക്കിനെയും ടീമിനെയുമാണ്. അങ്ങനെ ഉടനെ തന്നെ അവരുടെ മിഷൻ ആ ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് യാത്ര പുറപ്പെട്ടു. എല്ലാവരും ആ ക്രയോ സ്ലീപ്പിലായിരുന്നു. അവരാദ്യം ഉണർത്തിയത് ജാക്കിനെയും വിക്ടോറിയയുമാണ്. അവരന്വേഷിക്കാൻ പോയ ആ ഏലിയൻ ഒബ്ജക്റ്റ് ആണ് ആ ടെറ്റ് എന്ന് പറയുന്ന ബഹിരാകാശ നിലയം. അത് നശിപ്പിക്കാനാണ് അവരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീടെല്ലാം മാറി മറിയാണ് ചെയ്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജൂലിയ ഇപ്പൊ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അവൾ അത്രയൊക്കെ പറഞ്ഞിട്ടും അവനത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ അവൻ മറ്റൊരു ചോദ്യം കൂടെ അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ ആരാണ്, എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് അവൾ അവന്റെ സ്വപ്നത്തിൽ വരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അതിനവൾ പറഞ്ഞ മറുപടി കേട്ട് അവനാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ ജൂലിയ എന്ന് പറയുന്നത് അവന്റെ ഭാര്യയാണ്. വളരെ ഇമോഷണൽ ആയിട്ടാണ് ആ കാര്യം അവൾ അവന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ അവൻ അതും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് അവൾ അതിനൊരു തെളിവ് കാണിച്ചു കൊടുക്കുന്നത്.
അതായത് ഈ ഭൂമിയൊക്കെ നശിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം അവൾക്ക് ഏറ്റവും ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് അവൾ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ അവളെ കൊണ്ടുവന്നത് അവരിപ്പം നിൽക്കുന്ന ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ്. അവിടെ വെച്ചിട്ട് അന്ന് അവൻ അവളുടെ കയ്യിൽ ഒരു റിംഗ് അണിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ ആ റിംഗും കൂടെ അവൾ അവനെ കാണിക്കുന്നുണ്ട്. ആ റിംഗ് കാണുമ്പോൾ അവൻ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. അവൻ വേഗം തന്നെ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്താണ് വിക്ടോറിയ അയച്ച ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത്. അതിലെ ക്യാമറ വഴി അവൾക്ക് ജാക്കിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അത് അവൾക്കും ഒരു ഷോക്കായിരുന്നു. അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. കാരണം അത്രമാത്രം അവൾ അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാക്ക് ജൂലിയയും കൂട്ടി പെട്ടെന്ന് തന്നെ ആ ഹെലികോപ്റ്റർ കയറി അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പറക്കാൻ തുടങ്ങി. അങ്ങോട്ട് പോകുന്നതിനിടയിൽ അവൻ വിക്ടോറിയയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഞങ്ങളെ കണ്ടെത്തിയ കാര്യങ്ങളൊന്നും സാലിയെ അറിയിക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് അതൊക്കെ വിശദമായിട്ട് പറയാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ അവരുടെ ആ വീട്ടിലെത്തി. ഈ സമയം വിക്ടോറിയ ആണെങ്കിൽ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അവൻ എത്ര പറഞ്ഞിട്ടും അവൾ വാതിൽ ഉറക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയം ജൂലിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ജൂലിയ അവന്റെ ഭാര്യയാണെന്നും നമ്മളൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആളുകളല്ല ഈ സാലിയും കൂട്ടരും, അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്, നീ ഉടനെ വാതിൽ തുറക്ക് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ അവൻ എത്ര പറഞ്ഞിട്ടും വിക്ടോറിയ അവനെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അവൾ ഉടനെ തന്നെ സാലിയെ വിളിക്കുകയാണ്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ടീംമേറ്റായ ജാക്ക് ഒരു തെറ്റ് ചെയ്തു. ആ ക്രാഷ് ആയ സ്ഥലത്ത് നിന്നും അവനൊരു പെൺകുട്ടിയെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവള് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അവൻ കേൾക്കുന്നത്. നമ്മൾ പറയുന്ന ഒന്നും അവൻ വിലവെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ ടീം നല്ലൊരു ടീമായിരിക്കത്തില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എങ്കിൽ ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സാലി ഫോൺ കട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ആ വാതിൽ തുറന്നു വരികയും ചെയ്യുന്നു. അങ്ങനെ ജാക്ക് അതിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ഒരു ഡ്രോൺ വരുന്നത്. അത് കാണുമ്പോൾ വിക്ടോറിയ നേരെ ആ ഡ്രോണിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. പെട്ടെന്നാണ് ആ ഡ്രോൺ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. ഒറ്റ തവണ വെടിവെച്ചപ്പോഴേക്കും വിക്ടോറിയ പൂർണ്ണമായിട്ട് ചെതറിപ്പോവാണ്. അതിനുശേഷം ആ ഡ്രോൺ നേരെ ജാക്കിന്റെ അടുത്തേക്കാണ് വരുന്നത്. പക്ഷെ ആ ഡ്രോൺ ജാക്കിനെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജൂലിയ ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് കയറിയിട്ട് ആ ഡ്രോണിനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ ഡ്രോൺ മൊത്തത്തിൽ തകർന്നു പോയിരിക്കുകയാണ്. അങ്ങനെ ആ ഡ്രോൺ നശിച്ചു കഴിഞ്ഞപ്പോൾ ജാക്ക് നേരെ ചെല്ലുന്ന അവിടുത്തെ കൺട്രോൾ റൂമിന്റെ അകത്തേക്കാണ്. അതിനുശേഷം സാലിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നീ വിക്ടോറിയെ മനഃപൂർവ്വം കൊന്നു കളഞ്ഞതാണല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേ ജാക്ക്, അവളെ കൊല്ലാന്നല്ലാതെ ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. പിന്നെ ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഉടനെ തന്നെ നിന്റെ ജൂലിയനെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണം. അതായത് ഈ ടെറ്റിന്റെ അകത്തേക്ക്. നിനക്കിനി ഞങ്ങൾ മറ്റൊരു മിഷനാണ് തരാൻ പോകുന്നത്. ഞങ്ങളുടെ ആജ്ഞ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ വിക്ടോറിയയ്ക്ക് സംഭവിച്ചത് നീ കണ്ടതാണല്ലോ, അത് തന്നെ നിനക്കും സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് സാലി വേഗം ഫോൺ കട്ട് ചെയ്യുന്നു. പക്ഷെ ജാക്ക് ആണെങ്കിൽ അങ്ങോട്ട് പോകാനല്ല തീരുമാനിച്ചിരിക്കുന്നത്. അവൻ വേഗം തന്നെ ജൂലിയനെയും കൂട്ടി ആ ഹെലികോപ്റ്ററിൽ കയറി അവിടെ നിന്ന് പറക്കാൻ തുടങ്ങി. അവൻ ടെറ്റിലേക്ക് തിരിച്ചു വരില്ല എന്ന് മനസ്സിലാവുമ്പോൾ സാലി ഉടനെ തന്നെ അവനെ കൊല്ലാൻ വേണ്ടി വേറെയും കുറെ ഡ്രോണുകൾ അയക്കുന്നുണ്ട്. അങ്ങനെ ആ ഡ്രോണുകളൊക്കെ ജാക്കിനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ജാക്ക് താഴേക്ക് പറക്കാൻ തുടങ്ങി. അങ്ങനെ ഡ്രോണുകളും ജാക്കിന്റെ ആ ഹെലികോപ്റ്ററും തമ്മിൽ ഒരു കിടിലൻ ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജാക്ക് ചില ഡ്രോണുകളെയൊക്കെ വെടിവെച്ച് താഴേക്ക് ഇടുന്നുണ്ട്. എങ്കിലും ബാക്കിയുള്ള ഡ്രോണുകൾ അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ പോയി അവരിപ്പോൾ ആ റേഡിയേഷൻ സോണിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. പെട്ടെന്നാണ് ഒരു ഡ്രോൺ അങ്ങോട്ട് വന്നിട്ട് ആ ഹെലികോപ്റ്ററിനെ ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ നിയന്ത്രണം തെറ്റി അത് നേരെ ആ റേഡിയേഷൻ സോണിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെയും ആ ഡ്രോണുകൾ വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പണിയാണ് എന്ന കാര്യം ജാക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇജക്റ്റ് ആവുകയാണ്. അങ്ങനെ വളരെ ദൂരേക്കാണ് അവൻ തെറിച്ചു വീഴുന്നത്. ഈ സമയമാകുമ്പോഴേക്കും മറ്റേ ഡ്രോണും താഴേക്ക് വീണിട്ടുണ്ട്. താഴേക്ക് വന്ന് വീണെങ്കിലും അവർക്ക് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അവൻ ജൂലിയെ അവിടെ തന്നെ ഇരുത്തിയിട്ട് ആ ഡ്രോൺ എവിടെയാണ് വീണത് എന്ന് നോക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ പോലെ തന്നെ മറ്റൊരു ഹെലികോപ്റ്റർ കൂടെ അങ്ങോട്ട് വരുന്നത്. അതിന്റെ നമ്പർ 52 അതിനകത്തു നിന്നും ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അയാളിപ്പോ ആ തകർന്നു കിടക്കുന്ന ഡ്രോൺ നന്നാക്കാനുള്ള ശ്രമത്തിലാണ്. അത് കാണുമ്പോൾ അരുത്, ആ ഡ്രോൺ നേരെയാക്കരുതെന്നും പറഞ്ഞിട്ട് ജാക്ക് വേഗം അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അയാളുടെ അടുത്തെത്തുമ്പോഴാണ് ആ വ്യക്തി ആരാണ് എന്ന കാര്യം ജാക്കിന് മനസ്സിലാവുന്നത്. അത് കണ്ട് അവനാകെ ഞെട്ടി നിൽക്കുകയാണ്. ജാക്കിനെ പോലെ ഇരിക്കുന്ന മറ്റൊരാളായിരുന്നു അത്. ജാക്കിനെ കണ്ടപ്പോൾ തന്നെ മറ്റേ ജാക്ക് അവന് നേരെ തോക്ക് ചൂണ്ടാണ്. ഈ സമയത്താണ് ജൂലി അങ്ങോട്ട് ഓടി വരുന്നത്. അവൾ അങ്ങോട്ട് വരുന്നത് മറ്റേ ജാക്കും കാണുന്നുണ്ട്. അവനും അവളുടെ ഓർമ്മകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവന്റെ ശ്രദ്ധ മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ ജാക്ക് പെട്ടെന്ന് ചെന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ജാക്ക് അവനെ ബോധം കെടുത്തുന്നു. ഈ സമയമാകുമ്പോഴേക്കും ആ ഡ്രോൺ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ജാക്ക് വേഗം ചെന്നിട്ട് ആ ഡ്രോണിന്റെ സെല്ല് വലിച്ച് ഊരിയെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഡ്രോൺ നിശ്ചലമാവുകയും ചെയ്യുന്നു. പക്ഷെ അത് നേരത്തെ ഷൂട്ട് ചെയ്തപ്പോൾ ജൂലിയയ്ക്ക് വെടിയേറ്റിട്ടുണ്ട്. അവൾ താഴെ വീണ് കിടക്കുമ്പോൾ ജാക്ക് വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവൾക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവളെ എടുത്തിട്ട് അവിടെയുള്ള ഒരു പാറയുടെ അടുത്ത് കിടത്തുകയാണ്. അങ്ങനെ അവൾ അവിടെ സേഫാക്കി കടത്തിയതിനു ശേഷം അവൻ നേരെ ചെല്ലുന്നത് മറ്റേ ജാക്ക് വന്ന ഹെലികോപ്റ്ററിലേക്കാണ്. മറ്റേ ജാക്കിന്റെ അതേ രൂപമായതുകൊണ്ട് തന്നെ അത്
അത് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ നമ്പർ മാത്രം മാറ്റി പറഞ്ഞാൽ മതി. അങ്ങനെ ജാക്ക് 52ാമത്തെ നമ്പർ ആ ഹെലികോപ്റ്ററിനോട് പറയാണ്. അതോടൊപ്പം തന്നെ അത് ഓണായിട്ട് വരികയും ചെയ്യുന്നു. അങ്ങനെ ജാക്ക് പെട്ടെന്ന് തന്നെ ആ സോണിലുള്ള 52ാമത്തെ നമ്പർ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ലാൻഡ് ചെയ്തിട്ട് അവൻ പെട്ടെന്ന് തന്നെ ആ വീട്ടിന്റെ അകത്തേക്ക് കയറുന്നു. അവൻ നോക്കുമ്പോൾ അതിനകത്തും ഒരു വിക്ടോറിയ നിൽക്കുന്നുണ്ട്. അവളെ കാണുമ്പോൾ അവന് ശരിക്കും ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. പക്ഷെ അവൾ ഇപ്പോഴും സാധാരണ പോലെ തന്നെയാണ് അവനോട് പെരുമാറുന്നത്. വേറെ ജാക്കാണ് അങ്ങോട്ട് വന്നത് എന്ന കാര്യമൊന്നും അവൾക്ക് മനസ്സിലായിട്ടില്ല. ഈ സമയം ജാക്ക് അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഇനി ഞാൻ താഴേക്ക് പോകുമ്പോൾ നീയും എന്റെ കൂടെ വരുന്നോ? നിനക്ക് താഴെ ഞാൻ അടിപൊളി ഒരു സ്ഥലം കാണിച്ചു തരാം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല ജാക്ക്, നിനക്ക് ഇവിടുത്തെ നിയമങ്ങളൊക്കെ അറിയാമല്ലോ, എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും വരാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് നീ പോയിക്കോ എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവൾ വരാൻ കൂട്ടാക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ ജാക്ക് വേഗം തന്നെ ജൂലിയയ്ക്ക് വേണ്ട മെഡിക്കൽ കിറ്റും എടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ നേരത്തെ ചെന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്നു. ഈ സമയം നമ്മൾ നേരത്തെ കണ്ട ജാക്കിനെ അവിടെ കാണുന്നില്ല. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ജാക്ക് ഈ ഒരു അവസരത്തിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ വേഗം തന്നെ ജൂലിയുടെ അടുത്ത് ചെന്നിട്ട് അവക്ക് വേണ്ട കെയറിംഗ് ഒക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ആ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം അവൻ അവളെയും കൊണ്ട് പോകുന്നത് അവന്റെ ആ വീട്ടിലേക്കാണ്. അങ്ങനെ കുറെ സമയം അവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം അവൻ അവളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഈ ഭൂമിയിൽ ഇനി ജീവിക്കാൻ നമുക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ ഈ വീട്ടിൽ ചെലവഴിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. നമ്മളെ ആവശ്യമുള്ള വേറെ ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, ആ മാൽക്കോൺ ടീമും. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് അവൻ അവളെയും കൂട്ടി നേരെ മാൽക്കത്തിന്റെ സ്ഥലത്തേക്ക് പോവാണ്. അവൻ അവരുടെ ആ ഷെൽട്ടറിന്റെ മുന്നിൽ എത്തുമ്പോൾ തന്നെ മാൽക്കോൺ ടീമും പുറത്തേക്ക് വരുന്നുണ്ട്. ഒരിക്കലും നിന്റെ മനസ്സ് മാറി നീ തിരിച്ചു വരും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ തിരിച്ചു വരാന്നല്ലാതെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ അവനെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അവർ ആ ഡ്രോണിൽ ബോംബൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാക്കാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ സമയം മാൽക്കമാണെങ്കിൽ ഭൂതകാലത്തിലെ കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അയാൾ മിലിറ്ററിയിൽ ചേർന്ന സമയത്താണ് ആ ടെറ്റ് എന്ന് പറയുന്ന ബഹിരാകാശ നില അങ്ങോട്ട് വന്നിട്ട് ഭൂമിയിലെ ആളുകളെയൊക്കെ അറ്റാക്ക് ചെയ്തത്. അതിനകത്തുള്ളത് ആളുകളല്ല, ഒരു മെഷീൻ ഇന്റലിജൻസ് ആണത്. ചന്ദ്രനെ അവർ നശിപ്പിക്കുന്നത് അയാൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ദുരന്തങ്ങളെല്ലാം ഓരോ മനുഷ്യനെയും നടുക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഒരുപാട് ആളുകൾ ഇവിടെ ബാക്കിയായി. അവരെല്ലാവരും പട്ടിണി കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് ടെറ്റിന്റെ ഒരു ഷിപ്പ് ഭൂമിയിലേക്ക് വന്നത്. ആ ഷിപ്പിൽ നിന്നും പുറത്തേക്ക് വന്നത് നീയായിരുന്നു. നീ ഒരാളല്ല, നിന്നെ പോലെ ആയിരക്കണക്കിന് ആളുകൾ, അതായത് നിന്റെ ക്ലോണുകൾ. നിന്നെ മാത്രം വെച്ചിട്ടാണ് അവരിവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അതൊക്കെ നടക്കുന്നതിന്റെ ഇടയിലാണ് അവർ ആ ഡ്രോണുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ മെയിന്റനൻസ് നോക്കിക്കൊണ്ടിരുന്നത് നീ തന്നെയാണ്. നിന്നെ പോലത്തെ പല ആളുകളെയും ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് നിന്നെ മാത്രം ഞങ്ങൾ നോക്കാൻ തുടങ്ങിയത്. അതിന്റെ കാരണം അന്നൊരു ദിവസം നീ ഒരു പുസ്തകം എടുത്തുകൊണ്ട് പോയത് ഓർമ്മയുണ്ടോ? വേറെ ഒരു ക്ലോണും അതുപോലത്തെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ആ ഒഡീസി എന്ന് പറയുന്ന പേടകം ഇവിടെ വന്ന് വീണപ്പോ അതിലുള്ള ഒരാളെ നീ രക്ഷിക്കുകയാണ് ചെയ്തത്. വേറെ ഒരു ക്ലോണും അതുപോലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിന്നിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും നിന്നെ പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങളുടെ സൈഡിലേക്ക് മാറ്റാനായിരുന്നു പിന്നീടുള്ള ഞങ്ങളുടെ ശ്രമങ്ങളൊക്കെ. അങ്ങനെ അവസാനം ഞങ്ങൾക്കിപ്പോ നിന്നെ കിട്ടിയിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അയാൾ ആ പറഞ്ഞു തീരുന്ന സമയം കൊണ്ട് തന്നെ ജാക്ക് ആണെങ്കിൽ ആ ഡ്രോണിന്റെ അകത്ത് ആ ബോംബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ ആ ടെറ്റ് എന്ന് പറയുന്ന ബഹിരാകാശ നിലയത്തിലേക്ക് പോകണം. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ആ സ്ഥലം ട്രാക്ക് ചെയ്തിട്ട് കുറെ ഡ്രോണുകൾ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ അവിടെ മൊത്തത്തിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ നിൽക്കുന്ന ആളുകളും ആ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം അവർ തമ്മിലുള്ള ഷൂട്ട് ഔട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെയുള്ള ആളുകളൊക്കെ ആ ഡ്രോണുകളെ നശിപ്പിച്ചു കളഞ്ഞത്. ആ ഒരു അറ്റാക്കിൽ ഒരുപാട് പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു മാൽക്കവും. അയാൾക്ക് ഇപ്പൊ എഴുന്നേറ്റ് നടക്കാനൊന്നും സാധിക്കുന്നില്ല. ഈ സമയം ജാക്കും ജൂലിയും വേഗം അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയം അയാൾ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മൾ തോൽക്കുകയാണല്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല മാൽക്കം, ഒരിക്കലും തോൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ, ഈ ബോംബ് ഞാൻ അവിടെ കൊണ്ടുപോയി പൊട്ടിച്ചോളാം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. നേരത്തെ സാലി നമ്മളോട് സംസാരിച്ചത് എന്നെയും കൂടെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകണമെന്നല്ലേ? അപ്പോൾ നീ എന്നെയും കൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ നിനക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ അകത്തേക്ക് കയറാം എന്നാണ് അവൾ പറയുന്നത്. അവനാണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ജൂലിയയെ ആ പോഡിന്റെ അകത്തേക്ക് കയറ്റി കിടത്തുകയാണ്. അതിനുശേഷം അവൻ അതും എടുത്തിട്ട് ആ ഹെലികോപ്റ്ററിന്റെ അകത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അതെല്ലാം സെറ്റാക്കിയതിനു ശേഷം അവൻ വേഗം തന്നെ ആ ടെറ്റ് എന്ന് പറയുന്ന ആ ബഹിരാകാശ നിലയത്തിലേക്ക് പറക്കാൻ തുടങ്ങി. അവന്റെ ആ ഹെലികോപ്റ്ററിനകത്ത് ജൂലിയ നേരത്തെ എടുത്തുകൊണ്ട് വന്ന ആ ഒഡീസിയുടെ ഫ്ലൈറ്റ് റെക്കോർഡർ ഇരിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ അവൻ അതിനകത്തുള്ള റെക്കോർഡിംഗ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ആ യാത്രയിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ആ റെക്കോർഡിംഗിൽ കൂടെ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് അവരുടെ ആ ഒഡീസി എന്ന് പറയുന്ന പേടകം ആ ടെറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജൂലിയയും അവനും ഒഴികെ ബാക്കി എല്ലാവരും ക്രയോസ്ലീപ്പിലാണ്. അവർക്ക് കമാൻഡൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് നാസയിലെ ഒരു ഉദ്യോഗസ്ഥയാണ്.
അവരാണ് സാലി. ഈ ജാക്കിനെയും വിക്ടോറിയയും എടുത്ത പോലെ തന്നെ അവരുടെ രൂപത്തെയും ടെറ്റിൽ ആ മെഷീൻ പിന്നീട് എടുത്തതാണ്. അങ്ങനെ അതിന്റെ അടുത്തെത്താറാവുമ്പോഴാണ് പെട്ടെന്ന് ആ ടെറ്റ് എന്ന് പറയുന്ന ബഹിരാകാശ നിലയം അവരുടെ സ്പേസ് ഷിപ്പിനെ അതിന്റെ അകത്തേക്ക് വലിക്കുന്നത്. അവരെന്തൊക്കെ ശ്രമിച്ചിട്ടും അതിന്റെ ആകർഷണത്തിൽ നിന്നും അവർക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. അത് അപകടമാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ ജാക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ആ പേടകത്തിന്റെ പുറകിലേക്കാണ് പോകുന്നത്. അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും വേറൊരു മൊഡ്യൂളിന്റെ അകത്താണ്. അവൻ വേഗം അങ്ങോട്ട് ചെന്നിട്ട് ആ മൊഡ്യൂൾ വേർപ്പെടുത്തി കളയാണ്. അങ്ങനെ വേർപ്പെടുത്തി കഴിഞ്ഞാൽ ആ മൊഡ്യൂൾ കറക്റ്റ് ആയിട്ട് തന്നെ ഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ മൊഡ്യൂൾ വേർപ്പെടുത്തി കഴിയുമ്പോൾ അവരിയ്ക്കുന്ന ആ മൊഡ്യൂൾ ആണെങ്കിൽ ആ ടെറ്റ് എന്ന് പറയുന്ന ബഹിരാകാശ നിലയം അകത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അതിനുശേഷമാണ് ജാക്കിന്റെയും വിക്ടോറിയയുടെയും ഓർമ്മകൾ മായ്ക്കുന്നു. അവർ ടെറ്റിന്റെ ആളുകളായിട്ട് മാറുന്നു. ഈ കാര്യങ്ങളൊക്കെ ആ റെക്കോർഡിംഗിൽ നിന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവനിപ്പോൾ ആ ബഹിരാകാശ നിലയത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പതിയെ പതിയെ അവൻ അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അതിനകത്തുള്ള കാഴ്ചകളൊക്കെ അവനെ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. അവിടെ ഒരുപാട് ചേംബറുകൾ കാണുന്നുണ്ട്. അതിന്റെ ഉള്ളിലൊക്കെ ജാക്കിന്റെയും വിക്ടോറിയയുടെയും ക്ലോണുകളാണ്. അതെല്ലാം നോക്കിക്കൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കുറെ പോയി അവനൊരു ത്രികോണാകൃതിയുള്ള ഒരു സാധനത്തിന്റെ മുന്നിലാണ് ലാൻഡ് ചെയ്യുന്നത്. ആ സാധനമാണ് ആ മെഷീൻ ഇന്റലിജൻസ്. അതാണ് അവനോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ ജൂലിയ ഉറങ്ങിക്കിടക്കുന്ന പോടും കൂടെ താഴേക്ക് ഇറക്കുന്നു. അവളെ അതിന്റെ അകത്ത് എത്തിക്കാനാണ് ആ മെഷീൻ ഇന്റലിജൻസ് അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അവസരത്തിൽ അവൻ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നത് കാണുമ്പോൾ അതിന് ശരിക്കും സന്തോഷമായി. അത് അവനെ പുകഴ്ത്തിക്കൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ജാക്ക് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ജൂലിയയല്ല, അതിനകത്തുണ്ടായിരുന്നത് മാൽക്കമാണ്. ജൂലിയയുടെ പോഡ് അവൻ അയച്ചിരിക്കുന്നത് അവന്റെ ആ വീടിനടുത്തേക്കാണ്. അതിപ്പോ സേഫ് ആയിട്ട് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ വേഗം തന്നെ അതിനകത്ത് നിന്നും മാൽക്കത്തിനെ പുറത്തേക്ക് ഇറക്കുകയാണ്. ആ ബോംബിന്റെ റിമോട്ടും അവൻ കൈ പിടിച്ചിട്ടുണ്ട്. ഈ സമയം പുറത്താണെന്നുണ്ടെങ്കിൽ കുറെ ഡ്രോണുകൾ മാൽക്കത്തിന്റെ ആ സ്ഥലം അറ്റാക്ക് ചെയ്യാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഈ സമയം ജാക്ക് അവരെ പറ്റിച്ചു എന്ന് കാണുമ്പോൾ ആ മെഷീൻ ഇന്റലിജൻസിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. നീ എന്തൊക്കെയാണ് ജാക്കി കാണിക്കുന്നത്? നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്, അതുകൊണ്ട് തന്നെ നിന്റെ ദൈവമാണ് ഞാൻ. നീ എന്നെ ചതിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് അത് പറയുന്നത്. പക്ഷെ ജാക്ക് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ആ ബോംബിന്റെ റിമോട്ടിൽ വിരലമർത്തുകയാണ്. അങ്ങനെ ആ ടെറ്റ് എന്ന് പറയുന്ന ബഹിരാകാശ നിലയം പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിച്ചു പോവാണ്. അത് മൊത്തം നശിച്ചുകൊണ്ട് തന്നെ ആ ഡ്രോണുകൾക്കും നിലനിൽപ്പില്ല. അവരെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ ഡ്രോണുകളും പൂർണ്ണമായിട്ടും തകർന്നു പോവാണ്. അതൊക്കെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 3 വർഷങ്ങളായി. ജൂലി എപ്പോഴും ജാക്കിന്റെ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അവക്കിപ്പോൾ ഒരു മകളും കൂടെ ഉണ്ടായിട്ടുണ്ട്. ജൂലിയും മകളും കൂടെ അവിടെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാൽക്കത്തിന്റെ ആളുകളൊക്കെ അങ്ങോട്ട് വരുന്നത്. അവരുടെ കൂട്ടത്തിൽ 52-ാം നമ്പർ ജാക്കും ഉണ്ടായിരുന്നു. അവനാണ് അവരാ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ ക്ലോൺ ആയതുകൊണ്ട് തന്നെ ജൂലിയയുടെ ഓർമ്മകളൊക്കെ അവനിലും ഉണ്ട്. അവളെ കണ്ട് അവനാകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 250 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയൊരു കിടലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.